അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്ത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അയാളിപ്പോൾ രാജിവെച്ചു, പോയി പിടിക്കപ്പെട്ടു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് നേതാക്കന്മാർ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ CPM-ൻ്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്കിപ്പോഴും ഓർമ്മയില്ല. ആരോപണം ഉന്നയിച്ച ലേഡിയെ അറിയില്ലെന്നാണോ? കണ്ടിട്ടില്ലെന്ന് ഞാൻ. ഇതിപ്പോഴല്ലെന്ന്, 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം. ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ്. പിന്നെ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും, ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. അതല്ല, അതൊക്കെ സാമൂഹ്യ മാധ്യമം. അന്നെന്താ അവർ പറഞ്ഞത്? ഇതേ കണക്കുള്ള ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എൻ്റെ ഒരു ഓർമ്മ എഴുതി. അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നും എനിക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല. രഞ്ജിത്തിൻ്റെ പോലല്ലല്ലോ ഇത്. 24 കൊല്ലം 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പോൾ വീണ്ടും എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞാൽ ബാലിശമായി, വളരെ വളരെ മോശമാണ്. പിന്നെ അല്ലാതെ CPM-ൻ്റെ MLA അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ. ഈ സിദ്ദിഖിനെതിരെ 2021 ഈ രേവതി സമ്പത്ത് ഒരു ആരോപണം ഉന്നയിച്ചു. തുടർച്ചയായിട്ട് ഇന്നലെ ഉന്നയിച്ചു. അതിലാണ് അദ്ദേഹം ഇപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാവിലെ, എല്ലാം പറഞ്ഞു. അതേപോലെ തന്നെ വീണ്ടും ആരോപണം ഉന്നയിച്ച് അകത്താക്കാം. ടാർഗറ്റ് തന്നെ, ഇത് ടാർഗറ്റ് തന്നെ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. CPM-ൻ്റെ അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ, എന്നാൽ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ.